പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ദൈവത്തിന് സ്തുതി. നമ്മുടെ കരുവാരക്കുണ്ട് വീണ്ടും കേരളത്തിന് ഒരുപക്ഷെ ലോകത്തിൻ്റെ മാതൃകയാവുകയാണ്. നമ്മുടെ മുനീറ ചികിത്സാ സമിതി ഫണ്ട് സമാഹരണം നടത്തി 34 ലക്ഷത്തിൽ 44 ലക്ഷം ചില്ലറ 43 ലക്ഷം ചില്ലറയായി. അപ്പോൾ അതിൻ്റെ ഒരു കണക്കവതരണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഫണ്ട് കൈമാറ്റം കണക്കവതരണം ഒക്കെ ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കായ്ക്കുടുക്ക പൊട്ടിച്ചിങ്ങാണ്ട് ഒരു കുട്ടി ആ പൈസ കൊടുത്ത ആ കുട്ടീനെ ആദരിക്കൽ ചടങ്ങ്, അതുപോലെ തന്നെ ഫണ്ട് കൈമാറ്റം, ബസ് ഓണേഴ്സിൻ്റെ ഫണ്ട് കൈമാറ്റം, അതുപോലെ തന്നെ 2-3 ഫണ്ട് കൈമാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒരുപാട് ആളുകൾ പങ്കെടുത്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാർ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ്. നമുക്കറിയാം, അൻഫാലിട്ട വീഡിയോ, ആ വീഡിയോയുടെ തുടക്കം മുതൽ നമ്മൾ അത് പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും അതിൻ്റെ ഓരോ വിവരങ്ങളും ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ അപ്ഡേഷൻ നടത്തിയിരുന്നു. എന്തായാലും ആ ഒരു ചടങ്ങിന് ഇന്ന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്വാഗതം പറഞ്ഞത് അതിൽ അധ്യക്ഷം വഹിച്ചത് ഷാജഹാൻ മാസ്റ്റർ, ഉദ്ഘാടനം ചെയ്തത് അലി ഫൈസിയാണ്. മാമ്പഴ മഹൽ അലി ഫൈസിയാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു, ആശംസകൾ പറഞ്ഞു, പോയ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും നമുക്ക് ആ ഒരു ചടങ്ങും ആ ഫണ്ട് കൈമാറ്റവും അതുപോലെ തന്നെ 3 വീഡിയോ പിന്നീട് ആഡ് ചെയ്തോളാം. അൻഫാലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഷൗക്കത്ത് സാഹിബിൻ്റെയും അതുപോലെ തന്നെ ഫസൽ ഹക്കിൻ്റെയും വീഡിയോ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ ചടങ്ങിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഒരു കളക്ഷനിലേക്ക് കടന്നതാണ്. മുനീറ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി നമ്മളുടെ നാട് മുഴുവൻ ഒന്നിച്ചിറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു മാജിക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് കണ്ടിട്ടുള്ളത്. ഒരുപാട് പേരുകൾ നിർബന്ധമായിട്ടും പറയേണ്ടതുണ്ട്. അത് വരുന്ന ആളുകളൊക്കെ അതിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു ഉദ്യമത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വലിയ നന്ദി നമ്മൾ രേഖപ്പെടുത്താൻ പാടുണ്ടോ എന്നറിയില്ല, എങ്കിൽ കൂടിയും നമ്മളുടെ അൻഫാൽ സഫാരിക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഒരുപാട് കാരണങ്ങളാൽ മാറി നിൽക്കാൻ അൻഫാലിന് കഴിയുമായിരുന്നിട്ടും ഇതെന്റെ നാട്ടിലെ ഒരു വിഷയമാണെന്നും ഈ വിഷയത്തിൽ ഒരു വിധത്തിലും ഞാൻ മാറി നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു വീഡിയോ ഇട്ട്, സാധാരണ ആളുകൾക്ക് ഒരു വീഡിയോ ഇട്ട് മാറി നിൽക്കുന്ന രീതി പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. നോമാ മെമ്പർക്ക് വന്നിട്ടുണ്ട്, പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കളക്ഷൻ തുടങ്ങുന്നത് മുതൽ അവസാനത്തെ ആൾക്കുള്ള റെസീപ്റ്റ് എഴുതുന്നത് വരെ, അതും കഴിഞ്ഞ് അതിന്റെ കണക്ക് കൃത്യമായി അവതരിപ്പിക്കുന്ന ഈ ദിവസം വരെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അൻഫാൻ അടക്കമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. പ്രത്യേകം ഈ സമയത്ത് അദ്ദേഹത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തോടുള്ള നന്ദി പറയുകയാണ്. മറ്റ് ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് പേരെടുത്ത് പറയേണ്ട ആളുകൾ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, കുഞ്ഞുട്ടി അടക്കമുള്ള മറ്റു മാധ്യമ പ്രവർത്തകർ, ജാബി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒരുപാടുണ്ട്. നമ്മളതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ഈ ഉദ്യമം വളരെ മനോഹരമായി നമ്മൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ വിജയമായി തന്നെയാണ് കാണുന്നത്. ഈ ഒരു 35 ലക്ഷം രൂപ എന്നുള്ള ടാർഗറ്റുമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ മുന്നിൽ നിൽക്കാൻ പിന്നീട് ഒരു ട്രസ്റ്റിന്റെ കീഴിൽ അക്കൗണ്ട് വേണമെന്ന ആവശ്യം വന്നപ്പോൾ സ്വാഭാവികമായും മഹല്ല് കമ്മിറ്റിയെ അവർ സമീപിച്ചു. മഹല്ല് കമ്മിറ്റി ബാങ്കുമായി ബന്ധപ്പെടുകയും മാമ്പുഴ മഹല്ല് ഇർഷാദുൽ ഉമാ റിലീഫ് സംഘം എന്ന പേരിലുള്ള ട്രസ്റ്റിന് കീഴിൽ അക്കൗണ്ട് അനുവദിച്ചു തരണമെന്ന് ബാങ്കിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 2 മാസത്തോളം അതിൻ്റെ പിന്നാലെ
ആദരണീയനായ നമ്മുടെ OKS മുത്തുകോയ തങ്ങൾ മാമ്പുഴ മഹല്ല് പ്രസിഡന്റാണ്. അദ്ദേഹം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ സഹായിച്ചു എന്നതിനപ്പുറം ഞങ്ങൾ കാര്യമായി ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതേസമയം മാനസികമായ പിന്തുണ, പ്രാർത്ഥന കൊണ്ട് പിന്തുണ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഈ സഹോദരിയുടെ രോഗത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ മഹല്ല് റിലീഫിൽ നിന്ന് ഒരു സംഖ്യ നൽകിയിരുന്നു. പിന്നീട് വളരെ ചെറിയൊരു സംഖ്യ നൽകി ഈ കൂട്ടത്തിലും പങ്കാളികളായിട്ട് നമ്മളിത് കാണുന്നത്. ശരിക്ക് കരുണയാണ് കരുവാരക്കുണ്ട്, കാരുണ്യമാണ്. ആ കരുവാരക്കുണ്ടുകാരായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം. നമുക്ക് അതില് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേരുകൾ കൂടുതൽ സംസാരിക്കില്ല, പേരുകൾ എടുത്ത് പറഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കില്ല. അൻഫാല് ഒരു വീഡിയോ ചെയ്യുന്നു. അൻഫാല് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം വെച്ചാല് ഒരു ബിസിനസ്സുകാരനാണ് അൻഫാല്. ഒരു കാരണവശാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്താൽ പിന്നീട് അൻഫാലിന് കോളുകളുടെ പ്രവാഹമായിരിക്കും. എന്റെ മകൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ മകന് സുഖമില്ല, ആ ഒരു സംഗതി മുന്നിലുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് ചർച്ച ചെയ്ത് അൻഫാൽ ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് പ്രത്യേകിച്ച് പറഞ്ഞു, എന്റെ നാട്ടിലുള്ള എന്റെ അയൽവാസിയായ എന്റെ സുഹൃത്തിന്റെ ഉമ്മയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ വീഡിയോ ചെയ്യില്ല എന്നുള്ളൊരു, അത് പറഞ്ഞിട്ടില്ല, പറയാതെ പറഞ്ഞ ഒരു വീഡിയോ ആണത്. അത് കഴിഞ്ഞു. പിറ്റേ ദിവസം മുതൽ അന്ന് തന്നെ ഇവിടെ മീറ്റിംഗിൽ വെച്ചിട്ട് അലി ഫൈസി അതുപോലെ തങ്ങളും കൂടി 10,000 രൂപ അഡ്വാൻസ് ആയിട്ട് അതിന്റെ ഒന്നാം ഘട്ടമായിട്ട് തരികയും പിന്നെ അങ്ങോട്ട് ഒരു എന്തായാലും ഒരു ഒഴുക്കായിരുന്നു. പിന്നീട് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ റൗണ്ട് സാഹിബ് വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഓടിക്കാം, ഡെയിലി ഒരു ബസ് നിങ്ങളുടെ ക്ലബുകളിൽ നിന്നും ആളുകളെ ഉണ്ടാക്കിയാൽ മതി, എത്ര ബസ് വേണമെങ്കിലും ഏർപ്പാടാക്കി തരാമെന്നുള്ള ഒരു വിശ്വാസം. ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് വല്ലാതെ മുന്നോട്ട് പോകാനുള്ള ശക്തിയായി. അങ്ങനെ അദ്ദേഹം ഓരോ ദിവസവും ഓരോ ബസ് ഏർപ്പാടാക്കി തന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വൻ വിജയമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഫണ്ടുണ്ടായി. ക്ലബ് അസോസിയേഷന്റെ ഇസ്മായിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ റോഡ് കൃത്യമായി കുഞ്ഞിട്ടി നിർവഹിച്ചു. കുഞ്ഞിട്ടി കൃത്യമായിട്ട് ക്ലബിലുള്ള വിവരങ്ങൾ അറിയിക്കുകയും വളരെ ഭംഗിയായി അവർ നിർവഹിക്കുകയും ചെയ്തു. ഓരോ ക്ലബുകാരെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. ഈ പിന്നീടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിരിവിന്റെ ഓരോ സ്ഥലങ്ങളിൽ കളക്ഷൻ പോയ സമയത്തുണ്ടായ അനുഭവങ്ങൾ ഇവിടെ ഓരോരുത്തരായിട്ട് പറയും. ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർക്കായിട്ട് വന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും, കരുവാരന്റെ ചരിത്രത്തിൽ വേറെ എവിടെ ഞാൻ കണ്ടിട്ടുമില്ല, പഞ്ചായത്ത് മെമ്പർമാര് ഒരു ദിവസം അവര് രാഷ്ട്രീയ പ്രവർത്തകർ തിരക്കുള്ളവരാ, പൊതുപ്രവർത്തകർ, ഒരു ദിവസം ഫുള്ളായിട്ട് അവിടെ ഇറങ്ങി പുറപ്പെടുക. ന്യൂമാൻ മെമ്പർ എന്നോട് വിളിച്ചു ചോദിച്ചു, ഒരു ദിവസം ഞങ്ങൾ പോകുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ നമ്മൾ ബസ് ഏർപ്പാടാക്കി പറഞ്ഞു. തീരുമാനിച്ച രൂപത്തില് 7 മണിക്ക് കരുവാരക്കുണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏകദേശം ഒരു 5-8 മെമ്പർമാർ രാവിലെ തന്നെ 7 മണിക്ക് മുമ്പും 6:30 ആയിട്ട് സ്മിത മെമ്പർ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും എത്തിയിരുന്നു. പക്ഷേ ബസ് നീലാഞ്ചേരിയിൽ നിന്ന് പുറപ്പെട്ട് സ്റ്റാൻഡിൽ വന്നപ്പോൾ തന്നെ 7:30 7:45 പിന്നെ കൽക്കൂട്ടിൽ പോയി തിരിച്ചു വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 10 മണിയാവും എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സംഘാടകർ ഞങ്ങളൊക്കെ കൂടി തന്നെ പ്ലാൻ ചെയ്തു, കാളികാവിലേക്ക് പോകാം, അവിടെ നിന്ന് ബസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ ആരംഭിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ കാളികാവിൽ പോയി. ആദ്യം കാണുന്ന ബസ്സുകളിൽ മുഴുവൻ ഞങ്ങൾ കയറി ഇറങ്ങുകയും നല്ല പ്രതികരണമായിട്ട് നടന്ന് കിട്ടിയിരുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ 10 മണിക്ക് ശേഷം ബസ്സുകളുടെ വരവും കാര്യമൊക്കെ നിന്നപ്പോൾ വെയിലൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ 2 ടീമായി മുഴുവൻ കടകളും കയറി ഇറങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് പൊതുവെ പിരിവുകാരെ കാണുമ്പോൾ ഇങ്ങനെ 10 രൂപ തരുന്ന വലിയ പങ്കാളിത്തത്തോടു കൂടി ഇത് നാടൊരുമിച്ച് ചേർന്ന് വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് നമുക്ക് ഫണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇനി വേണ്ടത് ആ സഹോദരിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ അനുഭവം നമ്മളപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങി കാളികാവ് പഞ്ചായത്ത് ഓഫീസിലാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. പഞ്ചായത്തിലെ അവിടുത്തെ മെമ്പർമാരും
അവിടുത്തെ ജീവനക്കാരും ഇവിടെയും സഹായത്തോടെ അവരുടെ സഹകരണം ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയും മാതൃകകൾ തീർത്ത് ജീവകാരുണ്യ മേഖലയിലെ എല്ലാ പരിവാരങ്ങളിലും മാതൃക ഒരു മോഡൽ നമ്മൾ കേരളത്തിന് സമ്മാനിച്ച് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് എല്ലാം മറന്ന് കഴിഞ്ഞ ദിവസം മെമ്പർമാർ 8 പേരുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലാണ് ഉമ്മറാക്ക പറഞ്ഞു. വളരെ ആവേശകരമായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ വളരെ മനോഹരമായിട്ട് ഉമ്മറാക്ക എടുത്തു പറയാൻ പറ്റും കേട്ടോ. ഉമ്മറാക്കൻ്റെ ഒരു അവതരണം വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ആസ്വദിച്ച് തന്നെ അന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ഞാനൊക്കെ അത്രയും നേരം വെയിലത്ത് നിന്നത് ശരിക്കും പേടിച്ചിട്ട് തന്നെയാണ്. എന്നാലും നല്ല രീതിക്ക് ചെന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെ നല്ലൊരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എനിക്ക് അനുഭവം. നമ്മൾ വാർഡിന് പുറത്ത് ഇതുവരെ ഇങ്ങനെ ഒന്നും ഇറങ്ങി നടന്നിട്ടില്ല. ആ കാളികാവ് അങ്ങാടി മുഴുവൻ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. വിജയം എന്ന് പറയുമ്പോൾ ദുഃഖത്തിലെ ഒരു വിജയം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഫണ്ട് ശേഖരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വലിയ കടമ്പകൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാണ്. ശരിക്കും ഇത് വിശദീകരിച്ച് പറയേണ്ട ആളും OP അലിയാണ്. ഈ OP അലി എന്നൊരു വ്യക്തിയെ കുറിച്ച് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഫണ്ട് കണ്ടെത്തുകയും ഇനി ഇത് മുന്നോട്ട് പോയി ഈ കിഡ്നി മാറി ഈ ആള് നമ്മളെപ്പോലെ നമ്മളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. നമ്മളിതിലൊന്ന് അനുഭവിച്ച ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ കിഡ്നി മാറ്റിവെച്ച ആളുകളിൽ ഒരു സംഘടന ഉണ്ട്. അതിന്റെ പേര് എനിക്കറിയില്ല. അതിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് OP അലി. അദ്ദേഹം കരുവാരക്കുണ്ടുകാരനായതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടത് ഈ സംഘാടകർക്കൊന്നും സമയം ഉണ്ടാവില്ല. പക്ഷേ OP അലി 24 മണിക്കൂറും ഈ ഒരു കാര്യത്തിന് വേണ്ടി നീക്കിവെച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അത് ഈ കിഡ്നി മാറ്റി ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലക്ക് അന്ന് മുതൽ ഇതിനു വേണ്ടി ഇറങ്ങിയാണ്. അപ്പോ അലി എന്ന് പറയുന്ന അദ്ദേഹത്തെ നമ്മളിവിടെ വിസ്മരിക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഇനി മുന്നോട്ട് പോകേണ്ട കാര്യം എല്ലാം തീരുമാനിക്കേണ്ടതും ചെയ്യേണ്ടതും അലിയാണ്. അദ്ദേഹത്തെ ഇവിടെ ഞാൻ ഓർക്കുകയാണ്. വിപുലമാക്കി അതിനുള്ള പ്രവർത്തനങ്ങൾ രൂപീകരിച്ചു. അതോടുകൂടി അംഫാലിന്റെ വീഡിയോ വന്നു. അന്ന് തന്നെ നമ്മളിവിടെ പറഞ്ഞിരുന്നു ഇത് വിജയിക്കും. 34 കോടി സ്വരൂപിച്ച സ്ഥാനത്ത് നമുക്ക് 38 ലക്ഷം പ്രയാസമില്ലാതെ വിജയിക്കും. വിശ്വാസയോഗ്യമായ കമ്മിറ്റിയാണ്. വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ആളുകൾ കണക്കെടുക്കും. മാമ്പഴക്കാർ 10,000 രൂപ കൊടുത്ത് ഉദ്ഘാടനം ചെയ്യും. അവിടെ നിന്ന് അതിൻ്റെ തുടക്കം അത് ഗംഭീരമായി ആ വിശ്വാസ്യത വന്നു. ഞാൻ അപ്പോൾ തന്നെ നമ്മളിവിടെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് വേണ്ട എല്ലാ സഹായം ഞങ്ങൾ ചെയ്യും. ഇവിടുന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഗ്ലോബൽ KMCCയുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടു. ആ KMCC വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1,30,000 രൂപ ഇതിലേക്ക് എത്തിച്ചു കൊടുത്തതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു ഒറ്റ വോയിസിലാണ് അത് വന്നാൽ. പിന്നീടാണ് അംഫാലിന്റെ വീഡിയോ അവർ കണ്ടു. അതിനനുസരിച്ച് വീണ്ടും ഇപ്പോൾ ഏതോ KMCCയുടെ അടുത്ത് ഇനിയും പണമുണ്ട് എന്ന് പറഞ്ഞത് നിർത്തൽ ചെയ്തപ്പോൾ അതെന്ത് വേണം നമ്മൾ കാണുന്നത് ജെന്യൂൻ കേസ് ജെന്യൂനായിട്ടുള്ള ഒരാൾ അവതരിപ്പിച്ചു. അതിന് ഈ നാട് മുഴുവൻ ഒപ്പം നിന്നു. പഞ്ചായത്തും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിന്ന് വീഡിയോ ചെയ്തു. അതിൻ്റെ വലിയൊരു ഫലമാണ് ഇത്തരം വിജയിക്കാൻ കാരണം. കേവലം 10 ദിവസമായിട്ടില്ല. അപ്പോഴേക്കും 35 എന്നുള്ളത് 44ലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസ്യതയാണ്. തീർച്ചയായിട്ടും അൻഫാർ ഇനി വീഡിയോ ചെയ്യില്ല എന്നൊന്നും പറയണ്ട. തീർച്ചയായിട്ടും ജെന്യൂൻ കേസുകൾ ഇനി വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി അത് എത്രയും പെട്ടെന്ന് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ അൻഫാർ വളർന്നു വന്നു എന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ ആളുകൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പിരിച്ചു. വന്ദിച്ചാലിൻ്റെ നടന്ന ചരിത്രം സൃഷ്ടിച്ചു. തിരുപ്പൂരിലെ 3 സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് 1,60,00,000 രൂപ നമ്മൾ പിരിച്ച് സമാഹരിച്ചു. ഇപ്പോൾ ഇതാ ഏറ്റവും വേഗത്തിൽ ഒരാഴ്ച കൊണ്ട് അൻഫാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം 43 ലക്ഷം രൂപ സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ റോഫ് ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്, എന്ത് ചെയ്യാൻ കഴിയും ഈ കിഡ്നി രോഗം വരാതിരിക്കാൻ എന്നുള്ളതിനെ കുറിച്ച്. കഴിഞ്ഞ പ്രാവശ്യം പാലിയേറ്റീവിൻ്റെ കീഴിൽ 2 ക്യാമ്പ് കിഡ്നി നിർണയ ക്യാമ്പ് നമ്മളിവിടെ നടന്നു. പക്ഷെ അതിലെ പങ്കാളിത്തം വളരെ കുറവായി. ഒന്നിന് ഏകദേശം 60 ആളും ഒന്നിന് 100 ആളുമാണ് പങ്കെടുത്തത്.
പക്ഷേ ആ പങ്കെടുത്തതിൽ തന്നെ ഒരു 15 ആളുകൾക്ക് അതിന് ലക്ഷങ്ങൾ കാണുകയും അവരെ ആ സമയത്ത് തന്നെ അനിയുടെ നേതൃത്വത്തിലൊക്കെ ഹോസ്പിറ്റലിൽ പോയി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ അത്തരം